നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാന പാതയിൽ ചങ്ങരംകുളത്ത് മിനിലോറിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിയോടെ സൺറൈസ് ഹോസ്പിറ്റലിന് മുൻവശത്താണ് അപകടമുണ്ടായത്. മുന്നിൽ പോയിരുന്ന ഓട്ടോ പെട്ടെന്ന് തിരിയാൻ ശ്രമിച്ചതോടെ എടപ്പാൾ ഭാഗത്തേക്ക് ഷീറ്റുകൾ കൊണ്ടുപോയിരുന്ന മിനിലോറി പെട്ടെന്ന് ബ്രേക്ക് ഇടുകയായിരുന്നു. ഇതോടെ തൊട്ടുപുറകിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ് മിനിലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. മിനിലോറിക്കും ലോറിയിൽ ഉണ്ടായിരുന്ന ഷീറ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊപ്പം പഞ്ചായത്തിലെ ചക്കുറ്റി റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പട്ടാമ്പി കൊപ്പം പാതയിലെ തൃത്താലക്കൊപ്പത്തു നിന്നും എറയൂർ മുളയങ്കാവ് റോഡിലേക്ക് എത്താവുന്ന എളുപ്പവഴിയാണ് തൃത്താലക്കൊപ്പം ചക്കുറ്റി റോഡ്. നൂറുകണക്കിന് കുടുംബങ്ങൾ ഈ റോഡിനെ ആശ്രയിക്കുന്നുമുണ്ട്. കൊപ്പം ടൗണിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുമ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ ബൈപ്പാസ് റോഡായും ഈ റോഡിനെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഏറെക്കാലമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു ഈ റോഡ്. 3 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന റോഡിൽ 2 വർഷം മുമ്പാണ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് കുത്തിപ്പൊളിച്ചത്. ഇതോടെ ഇതിലൂടെയുള്ള യാത്ര ദുരിതപൂർണവുമായി. മാത്രവുമല്ല, സമീപത്തെ വീട്ടുകാരെല്ലാം പൊടി ശ്വസിച്ചാണ് ഇപ്പോൾ കഴിയുന്നത്. ഇതിനൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഭയങ്കര പ്രശ്നത്തിലാണ്. റോഡ് പണി ഒന്നും നടക്കാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊടി പാറിയിട്ട് കുട്ടികൾക്ക് ജലദോഷം, പനി, ഇതും പൊടി 24 മണി വെള്ളം തെളിക്കൽ തന്നെ ഞങ്ങൾക്ക് പണി. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വേഗത്തിൽ ഞങ്ങൾക്ക് പണി നടത്തണം, അത് അത്ര പറയാനുള്ളൂ. 4 മാസം മുമ്പാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ ചെലവിൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. മെറ്റലിട്ട് ലെവലിംഗ് നടത്തിയെങ്കിലും ടാറിംഗ് പണി പൂർത്തിയായിട്ടില്ല. പാതി വഴിയിലായ റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഇതിനകം രംഗത്തിറങ്ങുകയും ചെയ്തു. നടപടി ഉണ്ടായില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി. കൊപ്പം പഞ്ചായത്തിലെ സുപ്രധാന റോഡാണ് ചക്കുറ്റി റോഡ്. ഈ റോഡ് വഴിയാണ് കൊടുമുണ്ട, EP റോഡ്, കൊപ്പം ഹൈസ്കൂള്, മണ്ണേങ്കോട് മെയിൻ റൂട്ടാണ്. കൊപ്പം പഞ്ചായത്തിന്റെ മെയിൻ റൂട്ടാണ്. ഈ 3 വർഷത്തിലേറെയായി ഈ റോഡ് പൊളിച്ചിട്ടിട്ട്. ഈ ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചിട്ട റോഡാണ് ഇത്. ഏതാണ്ട് 1.5 വർഷം മുന്നേ ഒരു കോൺട്രാക്ടർ റോഡ് ടാറിങ്ങിന് കരാർ എടുക്കുകയും 2023 മെയ് മാസം 18-ാം തീയതി ഈ റോഡ് പൊളിച്ചിടുകയും 10 ദിവസം കൂടെ ടാറിങ് നടത്താമെന്ന ഉത്തരവാദിത്വത്തിന്റെ പേരിലാണ് അവർ ഇത് കരാറെടുത്തത്. ഈ 10 ദിവസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു ജൂൺ 1-ാം തീയതി കാലവർഷം തുടങ്ങുകയാണ്, ഇനി കാലവർഷം കഴിഞ്ഞ് റോഡ് പണി എടുക്കുകയെന്നു. അത് കഴിഞ്ഞ് 2023 മെയ് മാസം 15-ാം തീയതി പൊളിച്ച് റോഡ് പൊളിക്കുകയും 10 ദിവസം കൂടെ ടാറിങ് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നതിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് അവർ ഇന്ന് 6-7 മാസത്തോളമായി ഈ റോഡ് പൊടിപടലങ്ങൾ പിടിച്ച് ഈ പ്രദേശത്ത് വസിക്കുന്ന കുട്ടികൾക്കടക്കം മാരക രോഗങ്ങളടക്കം പിടിപെടുന്നു. ഇരുമ്പകശ്ശേരി സ്കൂളിന് സമീപം കാറിലെത്തിയ ഒരു സംഘം ആളുകൾ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന യുവാവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. തിരുമിറ്റക്കോട് സ്വദേശി പ്രകാശിനെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ടൈൽസ് കയറ്റി ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന പ്രകാശിന് നേരെ അക്രമികൾ കമ്പിവടിയുമായി എത്തിയതോടെ ഓട്ടോറിക്ഷ വെട്ടിച്ചു മാറ്റുകയും തുടർന്ന് അക്രമികളിൽ ഒരാൾ കല്ല് തുണിയിൽ കെട്ടി ഓട്ടോയ്ക്ക് നേരെ എറിയുകയുമായിരുന്നു. ഓട്ടോറിക്ഷയുടെ മുൻവശത്തെ ഗ്ലാസ് തകർന്നു. വിരുട്ടാണം പൂരത്തിനിടെയുണ്ടായ തർക്കങ്ങളുടെ ഭാഗമായാണ് വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പ്രകാശൻ പറഞ്ഞു. പ്രകാശന്റെ പരാതിയിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഞാൻ തിരുമിറ്റക്കോട് ഇരുമ്പശ്ശേരി സ്കൂളിൻ്റെ അവിടുന്ന് ആറുകോട്ട് വഴിക്ക് വണ്ടിയിൽ കുറച്ച് ടൈലും കയറ്റി പോകുമായിരുന്നു. കാർ അവിടെ നിർത്തി ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് 2 പേര് അതിന് ഇറങ്ങിയിട്ട് എന്നെ ആക്രമിക്കാൻ വന്നു. കമ്പിവടിയും ഇതൊക്കെ ഇഷ്ടമാണ്. ഫ്രണ്ട് കയറിയതും തുണിയിൽ കല്ല് കെട്ടിയിട്ട് എൻ്റെ വണ്ടിയുടെ ഗ്ലാസിൻ്റെ മുകളിൽ കയറിയായിരുന്നു. ഓടിക്കൂടി, നാട്ടുകാരൊക്കെ എല്ലാവരും ഓടിക്കൂടി. അപ്പത്തിനും അവർ എല്ലാവരും കാറിൽ കയറി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. 20-ാം തീയതി പൂരത്തിൻ്റെ തലേ ദിവസം നമ്മുടെ കോളനിയിൽ ആ കോളനി നിവാസികളെല്ലാവരും കൂടി പാട്ട് വെച്ച് കളിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവരും അവരുടെ കൂട്ടുകാർ ഇവരെല്ലാവരും പാടെ മദ്യവെച്ചിട്ട് വന്നിട്ട് അവിടെ അക്രമം ഉണ്ടാക്കി. അതിൽ നിന്നതും പിന്നെ പോലീസിനെ വിളിച്ചു എത്തി. അപ്പോൾ അതിൻ്റെയൊക്കെ വൈരാഗ്യത്തിന് മേലാണ്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം EK ഷഫീഖിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി DCC പ്രസിഡന്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡ് അംഗമായിരുന്ന
കോൺഗ്രസിലെ EK ഷെഫീഖിനെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. UDF ഭരിച്ചിരുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിലെ പ്രസിഡന്റായിരുന്ന MC അബ്ദുൽ അസീസിനെതിരെ CPM അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസത്തിന് പിന്തുണയ്ക്കുകയും തുടർന്നുണ്ടായ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM-നെ പിന്തുണയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് EK ഷെഫീഖിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതെന്ന് DCC പ്രസിഡന്റ് AV തങ്കപ്പൻ അറിയിച്ചു. കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ച് CPM-നൊപ്പം നിന്നതാണ് നടപടിക്ക് കാരണമായിരിക്കുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം നടന്നു. തൃത്താല ഗവൺമെന്റ് കോളേജിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. സതീദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന അധ്യക്ഷയായിരുന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിലാണ് 22 ഇനം ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജിംനേഷ്യം രൂപകൽപ്പന ചെയ്തത്. ആധുനിക കാലത്ത് മാനസിക ശാരീരികാരോഗ്യത്തിന് ഇത്തരം സ്ഥാപനങ്ങൾ വളരെ പ്രസക്തമാണെന്നും ഇത്തരമൊരു നൂതന സ്ത്രീ സൗഹൃദ പദ്ധതി നടപ്പാക്കിയതിനെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിക്കുന്നതായും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സതീദേവി പറഞ്ഞു. വീട്ടിനകത്തായാലും വീട്ടിന് പുറത്തായാലും കായികമായി അധ്വാനം ആവശ്യമില്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അടുക്കളകൾക്കകത്തായിരുന്നു നേരത്തെ സ്ത്രീകളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നത്. വളരെ കഠിനമേറിയ കായികമായി അധ്വാനം ആവശ്യമുള്ള രീതിയിൽ ജോലികൾ ചെയ്തിരുന്ന ഒരവസ്ഥ മുൻപുണ്ടായിരുന്നു. വീടുകൾക്കകത്ത് എങ്ങനെയാണ് ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ സാധ്യമാവുക, ഊഷ്മളമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ എങ്ങനെ സാധ്യമാകും? ഇവിടെ നേരത്തെ യോഗത്തിൽ CDPO M. ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ A. കൃഷ്ണകുമാർ മാഷ്, ബാവ മാളിയേക്കൽ, K. അനീഷ്, M. ശ്രീലത, B. ബാലകൃഷ്ണൻ, BDO KS മഞ്ജുഷ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അലിമാഷ്, ഷംസുദ്ദീൻ K, തമ്പി കൊള്ളനൂർ, കോളേജ് വനിതാ സെൽ ചെയർപേഴ്സൺ സ്മിത ജയലാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ജയകൃഷ്ണൻ സ്വാഗതവും വൈസ് ചെയർമാൻ ഷംസിയ T നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് തൃത്താല. കാണികളിൽ ആവേശം വാരിവിതറി ഈ വർഷത്തെ തൃത്താല ഫെസ്റ്റ് 2024 വർണ്ണാഭമായി. കാലത്ത് 9 മുതൽ ആന, ബാൻഡുവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം നടന്നു. തുടർന്ന് 10:30 തൃത്താല സെന്ററിൽ ആഘോഷ പരിപാടികളുടെ പ്രധാന ആകർഷണ ഇനങ്ങളിലൊന്നായ ഗജസംഗമവും നടന്നു. വൈകിട്ട് 4-ന് മേഴത്തൂരിൽ നിന്നും 28 ആഘോഷ കമ്മിറ്റികൾ അണിനിരുന്ന ഘോഷയാത്ര തൃത്താല സെന്ററിലേക്ക് പുറപ്പെട്ടു. 70-ലധികം ആനകളും 100 കണക്കിന് ബാൻഡ്, വാദ്യ കലാകാരന്മാരും ഘോഷയാത്രയിൽ അണിനിരുന്നു. വിവിധ കലാപരിപാടികൾ, DJ, സംഗീതം തുടങ്ങിയവ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി പെറ്റ് ഷോ, കിഡ്സ് ഫെസ്റ്റ്, സംഗീത പരിപാടികൾ, ഡാൻസ് ഷോകൾ, അഗ്രി എക്സ്പോ തുടങ്ങിയവയും അരങ്ങേറി. വ്യാഴാഴ്ച വൈകിട്ട് 4 മുതൽ 7 വരെ തൃത്താല സെന്ററിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. AKG കോളനിയിലെ വാളറംകുന്ന് AKG മൈതാനത്ത് റവന്യൂ സ്ഥലം ഏറ്റെടുക്കാൻ തഹസിൽദാരുടെയും ചാലിശ്ശേരി തൃത്താല പോലീസിന്റെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി. അയ്യപ്പ സേവാ സംഘം പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധിച്ചു. റവന്യൂ സംഘം 11 മണിയോടെയാണ് വലിയ പോലീസ് സന്നാഹത്തോടെ എത്തിയത്. പൂമുള്ളിമന കൈവശത്തിലുണ്ടായിരുന്ന മിച്ചഭൂമിയിൽ 1982-84 കാലങ്ങളിൽ CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന മിച്ചഭൂമി സമരത്തിൽ ഭൂമി പിടിച്ചെടുത്ത് സ്ഥലവും വീടുമില്ലാത്തവർക്ക് നേരിട്ട് ഭൂമി പതിച്ചു നൽകുകയായിരുന്നു. പിന്നീട് അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ ഉടമകൾക്ക് പട്ടയം അനുവദിച്ചിരുന്നു. എന്നാൽ 1 ഏക്കറോളം സ്ഥലം ഇവിടെ കളിസ്ഥലമായി ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ കാലങ്ങളായി വിളക്കുത്സവം നടത്തി വന്നിരുന്നതായി അയ്യപ്പ സേവാ സംഘം പ്രവർത്തകർ പറയുന്നു. അന്ന് മിച്ചവുമില്ല. 1988 ഏപ്രിലാണ് മിച്ചമേ ആയിട്ടുള്ളൂ. 71 മുതൽ ഞങ്ങളുടെ കൈവശമാണ്, മനക്ക് തന്നാണ്. ആ ഭൂമി ഞങ്ങൾ അന്ന് പോയി എൻജോയ് ചെയ്ത് വരാണ് വിളക്കും മറ്റു കാര്യങ്ങൾ. ഇവരേത് വിളക്ക് പറയുമ്പോൾ 90 സെൻറ്റെന്ന് പറഞ്ഞാൽ ആ 2 റോഡ് അന്നില്ല. ഉച്ചയോ 80 വന്നപ്പോൾ അതുകൊണ്ടാണ് 90 സെൻറ്റ്. 1 ഏക്കർ മനക്ക് തന്ന് ഞങ്ങൾ എൻജോയ് ചെയ്ത് വരണമാണ് കൃത്യമായിട്ട്. ഇത് ഇവർ പറഞ്ഞ രേഖ അനുസരിച്ച് ഞങ്ങൾ പല അപേക്ഷ കൊടുത്തെങ്കിലും പാലക്കാട് ഒറ്റപ്പാല ലാൻഡ് തഹസിൽദാർ ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്ക്, പട്ടാമ്പി തഹസിൽദാർ ഇവിടുത്തെ എപ്പോൾ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പഴയ കാലത്ത് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കറസ്പോണ്ടൻസ് നടത്തിയിരുന്നത് എല്ലാ പാനികളും കൈവശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പെട്ടെന്ന് ഇത്രയും കാലമായിട്ട് ഈ ഭൂമി ഒരാൾക്ക് ആവശ്യമായി വന്നത്. ഇവർ പെട്ടെന്ന് കയറി വന്ന് ഇതിൻ്റെ മുകളിൽ 2-3 മാസം മുമ്പാണ് ചാടിയാട്ട് പൊട്ടത് ഒരു 5 സെൻറ്റ് താഴെ. അതിനെ തുടർന്നാണ് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത്. അനധികൃതമായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് കാണിച്ച് റവന്യൂ അധികൃതർ ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. 2 മാസത്തെ കാലാവധിക്കുള്ളിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തികൾ പൊളിച്ചു നീക്കണമെന്നറിയിച്ച് നോട്ടീസ് നൽകിയെങ്കിലും ആവശ്യമായ നടപടികൾ എടുക്കാത്തതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പിനെ ഇടപെടേണ്ടി വന്നതെന്ന് താലൂക്ക് ഭൂരേഖ തഹസിൽദാർ പറഞ്ഞു.
സർക്കാർ ഭൂമിയിലേക്കുള്ള അനധികൃത പ്രവേശനം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഭൂസംരക്ഷണ നിയമപ്രകാരം നമ്മൾ നോട്ടീസ് ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാർക്ക് നമ്മൾ നോട്ടീസ് നൽകിയിട്ടുള്ളതും അവരെ നേരിൽ കേട്ടിട്ടുള്ളതും ഈ കയ്യേറ്റം ആണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒഴിഞ്ഞു പോകുന്നതിന് നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ അവർ നേരത്തെ നൽകിയിരുന്ന ഒരു അപേക്ഷ ഈ ഭൂമിക്ക് അവരുടെ പേരിൽ നികുതി അടച്ചു കിട്ടണമെന്നും പട്ടയം പതിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട ഒരു അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷയുടെ മുകളിൽ 2 മാസത്തിനകം തീരുമാനമെടുത്തതിന് ശേഷം ഭൂസംരക്ഷണ പ്രകാരമുള്ള നടപടി സ്വീകരിക്കാം എന്നാണ് കോടതി അന്ന് വിധിയായത്. 2 മാസത്തെ സമയം തന്നിരുന്നു. ആ 2 മാസത്തിനുള്ളിൽ നമ്മൾ ആ വിധി നടപ്പിലാക്കി ഇവരെ നേരിൽ കേട്ട് ഇവരുടെ അവകാശ രേഖകളുണ്ടെങ്കിൽ ഹാജരാക്കാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു. അവർക്ക് യാതൊരു രേഖയും ഇത് സംബന്ധിച്ച് അവകാശ രേഖകളൊന്നും ഹാജരാക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്യാൻ നിർവാഹമില്ല, അവർക്ക് പട്ടയം കൊടുക്കാനോ ഭൂനികുതി അടയ്ക്കാനോ നിർവാഹമില്ല എന്ന് മറുപടി നൽകിയിട്ടുള്ളതും ഈ വിവരം ബഹുമാനപ്പെട്ട കോടതിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും അടങ്ങുന്ന സംഘം പെരിങ്ങോട് വാളറാംകുന്ന് AKG കോളനിയിൽ എത്തിയതോടെ അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും സ്ഥലത്തെത്തി. റവന്യൂ ഭൂമിയിൽ അനധികൃതമായി നിർമ്മാണം നടത്തിയ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടും നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് പോലീസിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സംയുക്ത സംഘം സ്ഥലത്തെത്തിയതെന്ന് ഭൂരേഖ തഹസിൽദാർ P. ഗിരിജാദേവി പറഞ്ഞു. റവന്യൂ സംഘത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ KC കൃഷ്ണകുമാർ, PR മോഹനൻ, സൂപ്രണ്ടുമാരായ ഷർമിള ദാസ്, ഡുട്ടിമോൾ എന്നിവരും ചാലിശ്ശേരി തൃത്താല സ്റ്റേഷനുകളിലെ പോലീസ് സംഘവും ഉണ്ടായിരുന്നു. അതേസമയം കാലങ്ങളായി ഇവിടെ വാളറാംകുന്ന് ഭൂമിയിൽ വിളക്കുത്സവം നടത്തിവരുന്ന പ്രദേശമാണെന്നും കോടതിയിൽ കേസുണ്ടെന്നും KP നാരായണൻ, OS ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും പറയുന്നു. അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് 2 ദിവസത്തെ സാവകാശം നൽകി തഹസിൽദാറും ഉദ്യോഗസ്ഥ സംഘവും മടങ്ങിപ്പോവുകയായിരുന്നു. 95 സെന്റ് സ്ഥലം റവന്യൂ ഭൂമിയാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള പുതിയ ഫലകം സ്ഥാപിച്ച ശേഷമാണ് റവന്യൂ സംഘം മടങ്ങിയത്. ഇപ്പോൾ ഈ പഞ്ചായത്തിന് ഇത് മിഴുങ്ങണമെന്ന് കുറെ കാലമായിട്ടുള്ള പൂജയാണ്. അതാണ് അമ്പലം കയറ്റാൻ പറ്റാതിരിക്കുന്നതിൻ്റെ മുഖ്യ കാരണം അതാണ്. പഞ്ചായത്തിൽ നിന്ന് ഒരു കാരണത്തും ഇത് ശരിയായിട്ട് വരില്ല. പാലക്കാട് നിന്ന് വന്നാൽ പോലും ഇനി പഞ്ചായത്തിലെ ചിന്നിട്ട് അത് അവിടെ മുങ്ങും. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പിയിൽ വജ്രജൂബിലി പഠിതാക്കളുടെ അരങ്ങേറ്റം സംഘടിപ്പിച്ചു. 125ഓളം പഠിതാക്കളുടെ അരങ്ങേറ്റമാണ് നടന്നത്. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തും കേരള സാംസ്കാരിക വകുപ്പും സംഘടിപ്പിക്കുന്ന വജ്രജൂബിലി കലാകാരന്മാരുടെ പരിശീലന പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് കലാകാരന്മാരുടെ അരങ്ങേറ്റം നടന്നത്. പട്ടാമ്പി ബ്ലോക്കിന് കീഴിലെ 125ഓളം കലാകാരന്മാരാണ് പദ്ധതിയുടെ ഭാഗമായി വിവിധ കലകൾ അഭ്യസിച്ചത്. അരങ്ങേറ്റത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. സഹായവും സഹകരണത്തോടു കൂടിയാണ് അത് നടപ്പിലാക്കുന്നത്. പട്ടാമ്പി ബ്ലോക്ക് തലത്തിലുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തിലെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ക്ലാസ്സുകളടക്കം നടത്തി നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഇത് വന്നത്. അത് കേവലം സാംസ്കാരിക വകുപ്പിന്റെ മാത്രം പരിപാടിയാക്കാതെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി സഹായത്തോടു കൂടി ആക്കിയതിനൊരു കാരണമുണ്ട്. കലയെ ജനകീയമാക്കുക. കലയെ ഇപ്പം നമുക്കറിയാം, നൃത്തമാണെങ്കിലും മറ്റു പല കലകളാണെങ്കിലും അത് സ്റ്റേജ് പ്രോഗ്രാംസ് ആവാം, അല്ലാത്തതാവാം, നാടൻ കലകളടക്കം ഇന്ന് പരിശീലിപ്പിക്കപ്പെടണമെങ്കിൽ വലിയ തുക കൊടുക്കേണ്ടി വരുന്നതായ സാഹചര്യമുണ്ട്. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ കച്ചവടവൽക്കരിക്കാൻ തീരുമാനിച്ചതല്ലെങ്കിലും വിദ്യാഭ്യാസത്തിന് വലിയ പണം കൊടുത്താലാണ് നല്ല വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളൊരു ചിത്രം ഹയർ എഡ്യൂക്കേഷനിലൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും കാണുന്നത് പോലെ വലിയ യൂണിവേഴ്സിറ്റികളിൽ വലിയ പുറത്തൊക്കെ പോയി പഠിക്കണമെങ്കിൽ വലിയ ചെലവുള്ളതുപോലെ തന്നെ നല്ല പരിശീലനം നേടണമെങ്കിൽ വലിയ ചെലവുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ മേഖലയാകെ മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സാധാരണക്കാർക്ക് പരിശീലനം കിട്ടാൻ സാധ്യത കുറയാണ്. അപ്പോൾ ഒരു വലിയ വിഭാഗം മാത്രം, സാമ്പത്തികമായി ഉള്ളവർ മാത്രം കലാമേഖലയിൽ നിലനിൽക്കുന്ന സാഹചര്യം വരും. പട്ടാമ്പി ചിത്ര ഊട്ടൂത്തിൽ വെച്ചായിരുന്നു ചടങ്ങ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. നർത്തകി ശ്രീരാം നല്ലയിടം മുഖ്യാതിഥിയായി. വജ്രജൂബിലി ഫെലോഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ സന്ദീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ വിനോദ്, PP ഉണ്ണികൃഷ്ണൻ, PK ബഷീർ, മുതിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ,
ബ്ലോക്ക് സെക്രട്ടറി KP സുപ്രഭ, ജില്ലാ പഞ്ചായത്ത് അംഗം AM നീരജ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ അഭയനാഥ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ പഠിതാക്കളുടെ അരങ്ങേറ്റവും നടന്നു. ചാലിശ്ശേരി മുലയമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് 6 മണി മുതൽ 12 മണി വരെയും പൂരം ദിവസം ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 മണി വരെയും പട്ടാമ്പി ചാലിശ്ശേരി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കുന്നംകുളം ഗുരുവായൂർ പെരുമ്പിലാവിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പെരുമ്പിലാവിൽ നിന്നും തിപ്പിലശ്ശേരി കോതച്ചിറ പെരിങ്ങോട് റോഡിലൂടെ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് വഴിയും പട്ടാമ്പി പാലക്കാട് ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പെരിങ്ങോട് വഴി കോതച്ചിറ പെരുമ്പിലാവ് വഴിയും തൃത്തല ഭാഗത്തു നിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പെരിങ്ങോട് വഴി കോതച്ചിറ പെരുമ്പിലാവ് വഴിയും പോകണം. പടിഞ്ഞാറങ്ങാടി തണ്ണീർക്കോട് ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പെരിങ്ങോട് വഴി കോതച്ചിറ പെരുമ്പിലാവ് വഴിയും ചങ്ങരംകുളം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കോക്കൂരിൽ നിന്നും തിരിഞ്ഞു പോകേണ്ടതുമാണെന്ന് അധികൃതർ അറിയിച്ചു. ചാലിശ്ശേരി പൂരമാണ്. 3 ജില്ലകളുടെ സംഗമസ്ഥാനമായ ചാലിശ്ശേരി പൂരത്തിന് ഈ വർഷം 46 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ഈ പൂരത്തുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കാവടി, ഇണക്കാളകൾ, തെയ്യം, പറ, മണ്ണാരത്തറ അങ്ങനെ വിവിധ ഇനം കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ 6:30 ശേഷം എത്തിച്ചേരും. കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും വിനോദത്തിനായി അമ്യൂസ്മെൻറ്റ് പാർക്കുകളും പല റൈഡുകളും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷത്തിന്റെ ഭാഗമായി കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റിയുടെ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. പടിഞ്ഞാറെ പള്ളിക്ക് സമീപം നടന്ന ചടങ്ങിൽ കല്ലത്തുവളപ്പിൽ മണി, കരിപ്പാലി രാജൻ, കരിപ്പാലി വിജയൻ, അമൃത ചന്ദ്രൻ, ലൈറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ശശി കരിപ്പാലി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് മുക്കൂട്ടം മുതൽ മെയിൻ റോഡ് സെന്റർ വരെയും അങ്ങാടി കല്ലുംപുറം റോഡ് മുതൽ അറക്കൽ സെന്റർ വരെയും റോഡിനിരുവശവും LED ദീപാലങ്കാരങ്ങൾ പ്രകാശിപ്പിച്ചു. പലയിടങ്ങളിൽ ദേവിമാരുടെ LED ചിത്രങ്ങളും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ പാതയിലെ മരങ്ങളിലും വിവിധ നിറത്തിലുള്ള ലൈറ്റുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. സ്വിച്ച് ഓൺ കർമ്മത്തിന്റെ ഭാഗമായി 2 മണിക്കൂർ നീണ്ടുനിന്ന പഞ്ചാരിമേളവും പാണ്ടിമേളവും അരങ്ങേറി. പൂരപ്പൊലിമയുടെ പ്രകാശം ചാലിശ്ശേരി അങ്ങാടിയിൽ പെരുന്നാൾ ആവേശത്തിന്റെ മറ്റൊരു മതസൗഹാർദ്ദ കാഴ്ചയായി. പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ദൂരം പാത രാത്രിയെ പകലാക്കി വെളിച്ചമേകുന്നത്. പൂരവാണിഭ ദിവസമായ വ്യാഴാഴ്ചയും പൂരദിവസം വെള്ളിയാഴ്ചയും ലൈറ്റുകൾ പ്രകാശിക്കും. പ്രസിഡന്റ് ശശി കരിപ്പാലി, ഷിജിത്ത് പടിഞ്ഞാറേമുക്ക് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. വള്ളത്തോൾ നഗർ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശമംഗലം സപ്ലൈകോയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് ആഹ്വാനപ്രകാരമാണ് കുതിച്ചുയരുന്ന അരി വിലയ്ക്കെതിരെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലേക്ക് കാലിക്കലങ്ങളുമായി വീട്ടമ്മമാരുടെ പ്രതിഷേധ മാർച്ച് നടത്തിയത്. വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PI ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് M മഞ്ജുള അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഉദയൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടത്ത്, മുൻ മണ്ഡലം പ്രസിഡന്റ് K പ്രേമൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് മിഥുൻ മാധവ്, വരവൂർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാസന്തി ടീച്ചർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അജിത, നസീറ, സെമീറ, നദീറ, അശ്വിനി, ദേവകി തുടങ്ങി കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത് സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന ഗോപൻ സ്വാഗതവും ബ്ലോക്ക് ട്രഷറർ സന്ധ്യ നന്ദിയും പറഞ്ഞു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.